CMA USA പഠിക്കുന്ന കൂടുതൽ സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് പാർട്ട് വെച്ച് തുടങ്ങണം? പാർട്ട് 1 ആദ്യം അറ്റൻഡ് ചെയ്തിട്ട് പാർട്ട് 2 അറ്റൻഡ് ചെയ്യണോ, അല്ല പാർട്ട് 2 അറ്റൻഡ് ചെയ്തിട്ട് പാർട്ട് 1 അറ്റൻഡ് ചെയ്യണോ? പാർട്ട് 1 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പാർട്ട് 2ന് വോളിയം കുറച്ച് കുറവല്ലേ, എന്നാൽ പിന്നെ പാർട്ട് 2 വെച്ച് തുടങ്ങാം എന്നായിരിക്കും അധികം സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതാണ് കംഫർട്ടബിൾ എങ്കിൽ പാർട്ട് 2 വെച്ച് തുടങ്ങാം. പക്ഷേ പാർട്ട് 2 വോളിയം കുറഞ്ഞത് കൊണ്ട് ഈസി ആവുന്നില്ല, അതേപോലെ പാർട്ട് 1 വോളിയം കൂടുതലായതുകൊണ്ട് ടഫ് ആവുന്നുമില്ല. ഇത് ഓരോരോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കിനനുസരിച്ചിട്ടാണ് ഓരോരോ ആൾക്കാർ പാർട്ട് ചൂസ് ചെയ്യുന്നത്. പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും കോണ്ടൻസ് കവർ ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോൾ പാർട്ട് 1ൻ്റെ കോണ്ടൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്, കോസ്റ്റ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അതാണ് പഠിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നതെങ്കിൽ, അതാണ് കൂടുതൽ കംഫർട്ടബിൾ എങ്കിൽ പാർട്ട് 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി പാർട്ട് 2ലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബിസിനസ് ഡിസിഷൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് പോലത്തെ ടോപ്പിക്സ് ആണ് വരുന്നത്. പഠിച്ചിട്ട് അതാണ് കൂടുതൽ കംഫർട്ടബിൾ എങ്കിൽ പാർട്ട് 2 വെച്ച് തുടങ്ങാം. പാർട്ട് 2 ആദ്യം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ പാർട്ട് 1ലേക്ക് വന്നാൽ മതി. There is no sequence for attending the exam in CMA USA.